നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം അശ്വതി നക്ഷത്രക്കാരെ കുറിച്ചാണ്. കൃത്യമായി പറഞ്ഞാൽ 2026 2027 വിഷു ഫലമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഈ വിഷു ഫലം നമ്മൾ വളരെ അപഗ്രഥിച്ച് എടുത്തൊരു ഫലമാണ്. ലോകം മാറുന്ന കൂട്ടത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ഇപ്പോൾ ലോകത്ത് തന്നെ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷുഫലം സാധാരണഗതിയിൽ ഒരു മാസം മുമ്പ് നമ്മൾ പ്രവചിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം നമ്മൾക്ക് നിമിത്തഫലം അത്ര നന്നായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഫലപ്രവചനവും താമസിപ്പിച്ചത്. അപ്പോൾ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ സമയങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമെന്നും അത് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും എന്തൊക്കെ ഭാഗ്യങ്ങൾ വന്നു ചേരുമെന്നുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല, ഫലത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ അശ്വതി നക്ഷത്രക്കാര് അവരുടെ ഒരു പൊതു കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അതായത് പൊതു സ്വഭാവങ്ങളും അവരുടെ രീതികളും ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഇവരുടെ കൂടെയുള്ളവരാണെങ്കിലും ഇത് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് അറിയാവുന്നവർ ഇത് സ്കിപ്പ് ചെയ്ത് നേരെ ഫലത്തിലേക്ക് പോവുക. അറിയത്തില്ലാത്ത ആളുകൾക്കും പുതുതായിട്ട് കേൾക്കുന്ന ആളുകൾക്കുമൊക്കെയാണ് ഈ അശ്വതി നക്ഷത്രം എന്താണ് എന്ന് നമ്മളൊന്ന് പറഞ്ഞു വയ്ക്കുന്നത്. ഈ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ 80% ആളുകളും അത്യാവശ്യം സൗന്ദര്യമുള്ളവരും ആരോഗ്യമുള്ളവരുമായിരിക്കും. ബുദ്ധിശക്തിയും ആരെ ആകർഷിക്കുന്ന മുഖത്തിന്റെ ആകൃതിയും ഒക്കെ ഇവരുടെ ഒരു സവിശേഷതയാണ്. മിക്കവാറും ഈ അശ്വതി നക്ഷത്രക്കാര് വീടുകളിലെ പ്രധാനികളായിരിക്കും. അതായത് മൂത്ത സന്തതികൾ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ നടത്തുന്ന ആളുകൾ അങ്ങനെയൊക്കെ ആയിരിക്കും. ഈ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെയേറെ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്. വളരെ ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടുകയുള്ളൂ. അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടാല് ഇവര് ആ കാര്യം നേടിയതിനു ശേഷം മാത്രമേ തിരികെ കയറുകയുള്ളൂ. അത് തെറ്റായാലും ശരിയായാലും പിന്നീട് ഇവരെ പിന്തിരിപ്പിക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാ കാര്യത്തിലും ഇവർക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായമുണ്ട്. മറ്റുള്ളവരുടെ സ്വാധീനത്തിനൊന്നും ഇവര് വശംവദ ആകുന്ന ആൾക്കാരല്ല. സ്നേഹത്തിനൊക്കെ വില കൽപ്പിക്കുന്ന ആളുകളാണ്. ശാന്ത സ്വാഭാവികമായിട്ടൊക്കെയാണ് കാണുന്നത്. എങ്കിലും വേണ്ടി വന്നാൽ ഞൊടിയിടയിൽ ഇവര് രൗദ്രഭാവം ആവാഹിക്കുന്ന ആളുകളാണ്. ഇവര് കാപട്യമില്ലാത്ത ആളുകളാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഈശ്വരവിശ്വാസികളായിരിക്കും. ആത്മീയ കാര്യങ്ങളിലൊക്കെ തൽപര കക്ഷികളായിരിക്കും ഇവര്. സാഹിത്യത്തിലും സംഗീതത്തിലും ഒക്കെ ഇവർക്ക് അറിവ് നേടാനുള്ള ആഗ്രഹം ഉണ്ടാവുന്ന ആളുകളാണ്. ഇവർക്ക് മനസമാധാനം വളരെ കുറവായിരിക്കും. കാരണം ഏത് കാര്യത്തെക്കുറിച്ചും ആകുലമായിട്ട് ഇവര് ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇവര് ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കുകയും അതുവഴി ജീവിത മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും. ഈ അശ്വതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം തന്റേടമുള്ള ആളുകളായിരിക്കും. കുടുംബ ഭരണമൊക്കെ ഇവരുടെ കയ്യിൽ ഭദ്രമായിരിക്കും എന്ന് തന്നെ പറയാം. വളരെ ഐശ്വര്യമുള്ള സ്ത്രീകളായിട്ടാണ് അശ്വതി നക്ഷത്രക്കാരെ കാണുന്നത്. എന്നാല് ഈ അശ്വതി നക്ഷത്രക്കാര് പൊതുവായിട്ടുള്ള ഫലമാണ്. ആണിനും പെണ്ണിനും അത്ര ഒരു സവിശേഷമായിരിക്കില്ല ഇവരുടെ ദാമ്പത്യ ജീവിതം. ബന്ധുമിത്രാദികളുടെയൊക്കെ ഒരു വിദ്വേഷത്തിന് പാത്രമാകാനൊക്കെ ഒരു സാധ്യത വളരെയേറെയാണ് ഇവർക്ക്. അശ്വതി നക്ഷത്രക്കാര് കാർത്തിക, മകയിരം, പുണർദം, വിശാഖം എന്നീ നക്ഷത്രങ്ങള് നിങ്ങളുടെ എന്തെങ്കിലും ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ എടുക്കാതിരിക്കുന്നതാണ് അത്യാവശ്യം നല്ലത്. സുബ്രഹ്മണ്യ പൂജയും ഭദ്രകാളിയുടെ പൂജയും ഒക്കെ നിങ്ങൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഗണപതി ഭജനവും നിങ്ങൾക്ക് വളരെ ഉത്തമമായിട്ടുള്ള ഒരു ഭജനമാണ്. ഇതെല്ലാം നിങ്ങളൊന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം കൂടുതൽ സന്തോഷകരമായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ മാസം തിരിച്ചുള്ള ഫലങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഫലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഏപ്രിൽ 14 മുതൽ മെയ്, ജൂൺ അങ്ങനെ 3 മാസത്തെ ഫലം നമ്മൾ ഒരു പൊതുവായിട്ടുള്ള അങ്ങനെയുള്ള ഒരു ഫലമാണ് പറയുന്നത്. ഈ 3 മാസവും നിങ്ങൾ ആരോഗ്യ സംബന്ധമായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. സാമ്പത്തികമായിട്ടും ഇടപാടുകൾ നടത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഈ 3 മാസം സാമ്പത്തിക നഷ്ടം നിങ്ങളുടെ ശ്രദ്ധയില്ലായ്മ മൂലം നഷ്ടമാകുന്നുണ്ട്. അല്ലാതെ കുഴപ്പങ്ങളൊന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് നഷ്ടമാവില്ല. ബന്ധുമിത്രാദികളുമൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അത് സാരമില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങളാണ് അവിടെ ശരിയായിട്ട് കാണുന്നത്. പ്രയത്നങ്ങളൊക്കെ കൂടുതൽ വേണ്ടിവരുന്ന ഒരു സമയമാണ്. നിങ്ങൾ ചില ആഗ്രഹങ്ങളൊക്കെ വെച്ച് മുന്നോട്ട് പോവുകയായിരിക്കും. ഈ സമയത്ത് പ്രയത്നങ്ങൾ നിങ്ങൾ കൂടിയേ തീരൂ, കൂടുതലായിട്ട് ആവശ്യമുണ്ട്.
വിദ്യാർത്ഥികൾക്കൊക്കെ എന്നാൽ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത്. കുടുംബത്തില് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. സന്തുഷ്ടിയും സമാധാനവും ഒക്കെ വരുന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ സമ്മിശ്രം എന്ന് പറയുന്നില്ല, ഗുണങ്ങളാണ് കൂടുതലുള്ളത്. എന്നാൽ ചെറിയ ചെറിയ പൊട്ടിത്തെറികൾ കുടുംബത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതും നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. ഔദ്യോഗികപരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുന്നതാണ്. അത് ഒന്ന് ജാഗ്രതയോടെ ഇരിക്കേണ്ട കാര്യങ്ങൾ. ഔദ്യോഗിക പദവികളിലൊക്കെ ഇരിക്കുന്നവര് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന് തുളസിമാല ചാർത്തുന്നത് വളരെ നല്ലതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് അനിഷ്ട കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കുവാനായിട്ട് ഇത് പര്യാപ്തമാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത 3 മാസത്തെ ഫലങ്ങൾ പറയുകയാണെങ്കിൽ, അതായത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തെ ഫലങ്ങൾ പറയുകയാണെങ്കിൽ, ബന്ധുക്കളുമായിട്ടും ഗുരുക്കന്മാരുമൊക്കെ ആയിട്ട് തർക്കവും ശത്രുതയും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചെറിയൊരു കലഹമൊക്കെയാണ് ഈ സമയത്ത് കാണുന്നത്. നിങ്ങൾ അകാരണമായിട്ട് എന്തിനെയോ ഭയക്കുന്നുണ്ട്. അതിന്റെ കാര്യമില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ സമയത്ത് ശരിയാണെങ്കിലും നിങ്ങൾ എന്തിനെയോ ഒന്ന് ഭയക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല. പ്രയത്നം പരാജയപ്പെടുമോ എന്നുള്ള ഒരു ഭീതിയൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നതാണ്. സുഖവും ശാന്തിയും ഒക്കെ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ചില പ്രവൃത്തികൾ മൂലം അകന്നു പോകാൻ സാധ്യതയുണ്ട്. മാനസിക ക്ലേശങ്ങളൊക്കെ വരാതിരിക്കുവാൻ നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. രോഗങ്ങളൊക്കെ വിട്ടുപോകുന്ന ഒരു സമയമാണ്. സന്താനങ്ങളെ കൊണ്ട് വിഷമതകളൊക്കെ അനുഭവിച്ചിരുന്നവർക്ക് അതിനൊരു ശാന്തിയൊക്കെ ഉണ്ടാവുന്നതാണ്. കർമ്മമേഖലയിലൊക്കെ സ്വല്പം പുരോഗതിയൊക്കെ ഉണ്ടാവുന്നതാണ്. ശ്രദ്ധാപൂർവം മുന്നോട്ട് നീങ്ങിയാൽ നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ്. വിഷമങ്ങളും വിഘ്നങ്ങളും ഉണ്ടാകുമെങ്കിലും അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം മേന്മയുണ്ടാകുന്നതാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നതും പാൽപായസം നിവേദിക്കുന്നതും വളരെ നല്ലതാണ്. ഇനിയും അന്യമതസ്ഥരാണ് ഇത് കാണുന്നതെങ്കിൽ അവരവരുടെ ദൈവത്തിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസം, അതായത് ഈ 2025 അവസാനിക്കുമ്പോൾ ഭവനത്തിന്റെ അന്തരീക്ഷമൊക്കെ വളരെ ശാന്തമാകുന്നതാണ്. പ്രയത്നങ്ങളൊക്കെ മൂലം നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നതാണ്. സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതാണ്. ചെലവുകളൊക്കെ വർദ്ധിച്ചിരുന്നതൊക്കെ മാറിക്കിട്ടുന്നതാണ്. കുടുംബത്തിലുണ്ടായിരുന്ന ഭിന്ന അഭിപ്രായമൊക്കെ മാറുന്നതാണ്. അകാരണമായിട്ടുണ്ടായിരുന്ന ഭയമൊക്കെ മാറിക്കിട്ടുന്നതാണ്. വിദ്യാർത്ഥികളൊക്കെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സമയമാണ്. ആരോഗ്യനില കൂടുതൽ മെച്ചമാകുന്നതാണ്. ജോലിയിൽ നേട്ടങ്ങൾക്കൊക്കെ ഒരു സാധ്യത ഉണ്ടാകുന്ന മാസങ്ങളാണ്. ഉണർന്ന് പ്രവർത്തിച്ചാൽ കർമ്മരംഗത്ത് ഈ 3 മാസം, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസം കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. നല്ല നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഈ ആദ്യത്തെ ഒരു പകുതി, വിഷു ആദ്യ പകുതി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നേട്ടങ്ങളുടെ ഒരു സമയമാണ്. ചില യോഗങ്ങളുടെയൊക്കെ സമയമാണ്. വീഴ്ചകളിൽ നിന്നൊക്കെ നിങ്ങൾ പാഠം പഠിക്കുന്നതാണ്. അതിൽ നിന്നെല്ലാം നിങ്ങൾ മുക്തിയായി പുതിയൊരു ജീവിതം ആരംഭിക്കുന്നതാണ്. ശാസ്താവിനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക. പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസത്തില് ധാർമ്മികമായിട്ടുള്ള പ്രവർത്തികളിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്നതാണ്. ബന്ധുമിത്രാദികളുമായിട്ടുണ്ടായിരുന്ന ശത്രുതയൊക്കെ മാറി ഒരു സമന്വയത്തിലെത്തുന്നതാണ്. വസ്തുവകകളൊക്കെ വാങ്ങാൻ സാധിക്കും. വാഹനത്തിൽ നിന്നൊക്കെ ലാഭമുണ്ടാകുന്ന ഒരു സമയമാണ്. കുടുംബാന്തരീക്ഷം വളരെ സന്തോഷപ്രദമാകും. മാതാവിൽ നിന്നും സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ധനസമൃദ്ധിയൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. വിവാഹം മുതലായ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. വിവാഹമാകാതിരുന്നവരുടെ വിവാഹമൊക്കെ ആവുന്നതാണ്. കുടുംബത്തിലെ ശുഭകാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. നിങ്ങളുടെ വളരെയധികം ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളെ വിജയത്തിലെത്തിക്കുന്നതാണ്. വാക്കിന് വളരെ വില നൽകുന്ന ഒരു സമയമായിരിക്കും. ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടെല്ലാം ശരിയാകുന്നതാണ്. ദേവീക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഈ വിഷുഫലം എടുക്കുമ്പോൾ ആദ്യ ഒരു പകുതി അത്ര നല്ലതല്ല അശ്വതിക്കാർക്ക്. എന്നാൽ 2ാം പകുതി വളരെയധികം നല്ലതാണ്. ഗുണഫലങ്ങളാണ് ഏറെയുള്ളത്. ഒരു വർഷം മുഴുവനായിട്ട് നോക്കുമ്പോൾ വിഷു അങ്ങോട്ട് കഴിയുമ്പോഴേക്കും നമ്മൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. ബിസിനസ്സിലെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. തൊഴിലിലെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ഒരു 6 മാസം കൊണ്ട് മാറിപ്പോകുന്നതാണ്. അതിനുശേഷമുള്ള ജീവിതം വളരെ സുഖകരമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും. ഇത് അശ്വതി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാമെങ്കിലും പൊതുഫലമായതുകൊണ്ട് എല്ലാവർക്കും വന്ന് ഭവിക്കുന്നതാണ്, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.